അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഏതായാലും കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവിൻ്റെ ഒരു ഒന്നൊന്നര സവ്വാല്, ഒന്നൊന്നര ഇറക്കമുള്ള സവ്വാൽ തന്നെയാണ് ഈ സവ്വാല്. ഓരോ ഉടായിപ്പായിട്ട് കുരുവട്ടൂരുകൾ കൊണ്ട് വരും. അതിന് അൽപായുസ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഈ ചങ്ങായിമാർക്ക് തിരണ്ടേ. കാരണം തരികട കളിച്ചാൽ, തട്ടിപ്പ് നടത്തിയാൽ, വെട്ടിപ്പ് നടത്തിയാൽ അതെന്തായാലും പൊളിയില്ലേ, ഉറപ്പല്ലേ? നിമിഷ നേരങ്ങളെ കൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഹക്കീം അസീർ ഉസ്താദിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം കട്ടുവെച്ച് കാണ്ട് ഇവിടെ പരിഹസിക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചപ്പോൾ എത്ര പെട്ടെന്ന് അതിൻ്റെ ഫുള്ളുള്ള ക്ലിപ്പ് കണ്ടെത്തിയത്. അപ്പോൾ കുരുവട്ടൂരികളൊക്കെ വള്ളത്തിൽ ഡാഷിട്ട മാതിരിയായി. എന്തിനാ ഒട്ടൂരികളെ കേൾക്കുന്നല്ലേ? നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ആ സോയിബുൽ വക്താക്കിൻ്റെ ഗ്ലോബൽ വില്ലേജിൽ ഇങ്ങനെ കടന്ന് മദാമകൾക്കിടയിലൂടെ അർമാദിക്കണേ ആ ചങ്ങായിൻ്റെ കൂടെ പോയിക്കോളി, അതാ നിങ്ങൾക്ക് നല്ലേ. എന്നാൽ ഈ അർദ്ധനഗ്നരും പൂർണ്ണനഗ്നരുമായ ആ മദാമകൾക്കിടയിലൂടെ ഇങ്ങനെ മൂപ്പര മാതിരി നിങ്ങൾക്ക് അർമാദിച്ച് നടക്കാം. വേണേ പെണ്ണുങ്ങളെയും കൂട്ടിക്കോളി, അവരത്തൊന്നും മറക്കണ്ട, അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം സോയിബുൽ വക്തനെ മറക്കണില്ല, പിന്നെ ഇപ്പം നിങ്ങളെ തീരത്തിനെ മറക്കണേ. അതാ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. വേച്ചല്ലി. ഇപ്പൊ 10 വർഷം മുമ്പ് ക്ലാസ് എടുക്കുമ്പോ നമ്മുടെ ഒരു ശാസ്ത്രജ്ഞൻ അന്നിവിടെ ക്ലാസ് എടുക്കുമ്പോ പറഞ്ഞു, ഇപ്പോ നമ്മളൊരു എഴുത്ത് ഇവിടെ വെച്ചാൽ ദുബായിൽ പ്രിന്റ് ചെയ്യും, ഫാക്സ്. അതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്താൽ അവിടെ വായിക്കാൻ കഴിയും. പിന്നെ ഇമെയിൽ വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇനി പരീക്ഷിക്കുന്നത് ഈ അൽ മഹദറത്തുൽ ബദരി എന്ന കിതാബ് ഇപ്പൊ ആവശ്യമുണ്ട് ദുബായില്. എന്നാൽ ഞാൻ ഈ മെഷീന്റെ മുകളിൽ ഇവിടെ വെക്കും, നമ്പർ അടിച്ച് സ്വിച്ച് ഇട്ടാൽ അവിടെ എടുക്കാൻ കിട്ടുമെന്ന്. പ്രിന്റ് അല്ല, അങ്ങനെ തന്നെ. ഈ ഒരു വാച്ച് ആവശ്യമുണ്ട്, ഇവിടെ വെച്ചാൽ അവിടെ കിട്ടും. അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അത് പറയുമ്പോ നമുക്ക് തോന്നുന്നു അതൊക്കെ നടക്കുമോ. മെനയാന്നത് ആ ഒരു റിപ്പോർട്ട് കൊറിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോ പൊരിച്ച മീൻ വേണം. പൊരിച്ചതോ പൊള്ളിച്ചതോ കരിച്ചതോ മുളകിട്ടതോ ഏതാ വേണ്ടത്? അപ്പോ അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് അയക്കും. ആ ഫോട്ടോ ഒന്നിങ്ങനെ നക്കി നോക്കിയാൽ നാവിൽ രുചി അനുഭവപ്പെടും. സുബ്ഹാനല്ലാഹ്, പറയൂ സുബ്ഹാനല്ലാഹ്. അങ്ങനെ അത്ഭുതം കാണുമ്പോ പറയേണ്ടതാണ് സുബ്ഹാനല്ലാഹ്, വെറുതെ പറയുന്നതല്ല. സാധാരണക്കാരൻ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും ഒരു ആലിം സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും തമ്മിൽ വ്യത്യാസമുണ്ട്, 100 ഇരട്ടി വ്യത്യാസമുണ്ട്. വട്ടൂരികളെ സകല ക്ലിപ്പുകൾ പരിശോധിച്ച് നോക്കി. കട്ടുമുറിച്ചേക്കാരം ഈ പെട്ട ഒന്നാമത് ഇതും കട്ടുമുറിച്ചില്ലേ, ഇതിന്റെ ഫുൾ രൂപം മജിദസിനോട് ഇട്ട്. അങ്ങനെ ഏതെല്ലാം ക്ലിപ്പുകളുണ്ടോ അതൊക്കെ കട്ടുമുറിച്ചിടുക, അതൊക്കെ കട്ടുമുറിച്ചിടുക. എന്നിട്ട് വിഷയം മാറ്റുക. വിഷയത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു പോവില്ല. കാരണം എ പി ഉസ്താദ് ദുബായിൽ ഇറക്കാൻ പോയി എന്ന് പറഞ്ഞവനെ കൊണ്ട് അല്ലാഹു തആല ദുബായിൽ തെണ്ടിപ്പിച്ചു. തെണ്ടിങ്ങനെ നടക്കുക. അന്യ സ്ത്രീകളെ, ഔറത്ത് മറക്കാത്ത അന്യ സ്ത്രീകളെ കൂടെ സ്വന്തം ഭാര്യന്റെ ഔറത്ത് മറക്കാതെ, തലയും മുടിയും മുഖമൊന്നും മറക്കാതെ കൂളായിട്ട്. ഒരു സാധാരണ ആൾ പോലും അങ്ങനെ ചെയ്യില്ല. ഒരു കൂതറ എന്ന് പറയാ. ഈ കൂതറ പെണ്ണുങ്ങളെ കണ്ടല്ലോ, അജ്ജാതി സൈസ്, ആ പെണ്ണുങ്ങൾ അങ്ങനെ നടക്കുള്ളൂ. ആ കോലത്തില് സ്വന്തം ഭാര്യനെ, ലോകം നിയന്ത്രിക്കണേ ലോകത്തിന്റെ മഹാരാജാവ് എന്ന് ഇവര് പറയണേ ആളെ പെണ്ണുങ്ങളും കൂട്ടി നടക്കുക. ഉളുപ്പില്ലാതെ എല്ലാവർക്കും മനസ്സിലായിപ്പോ. ചൊവ്വാലില് 1.5 ഇറങ്ങുന്നല്ലോ, 1.5 കാണാണ്ടായിരുന്നല്ലോ. ഇനിയും കാണാണ്ട്, ഇതിമ്മ തീർന്നിട്ടില്ല, ഇനിയും കാണാണ്ട്. ഓർമ്മച്ചോളില്ലേ, തൊള്ള തുറക്കുമ്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് ഫസ്റ്റ് ഡോസാ. ഇതിലും കൂടിയ ഡോസ് വരാണ്ട് ഒന്ന് ഇൻഷാ അല്ലാഹ്. അതോടുകൂടി ആപ്പീസാണ് പൂട്ടും. മനസ്സിലായോ? മൗലൂദും അതേമാതിരി ഉറൂസൊക്കെ നടത്തുന്നുണ്ടല്ലോ. എന്ത് അവകാശം നടത്താനുള്ളത്? ഈ ജാതി തെണ്ടിപ്പെറിക്കാളല്ലേ നടത്തുന്നുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും വില വെക്കുവോ? ഒരു മനുഷ്യൻ വില വെക്കുവോ? വില വെക്കൂല. കാരണം ഇയാൾ ഇവിടുന്ന് ഒന്ന് പറയാ, അവിടെ പോയിക്കാൾ വേറെ ഒന്നും ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായിപ്പോയി. അത് പറച്ചിൽ നിർത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷയം മാറ്റി ആരും കൊണ്ടുപോകണ്ട. അയാൾ പരസ്യമായി അതിനെപ്പറ്റി മാപ്പ് പറയാതെ, പിൻവലിക്കാതെ, എൻ്റെ അങ്ങനെ തെറ്റ് പറ്റിയതാന്ന് സമ്മതിക്കാത്ത കാലത്തോളം അത് ഞങ്ങൾ പറയുകയും ക്ലിപ്പിടുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി മറ്റേ ഡോസ് ഉള്ള ഇതിലും ഡോസ് കൂടി ഒന്നും കൂടി ഉണ്ട്.
അതുകൂടി വന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമാവും. അപ്പൊ നല്ല ആലോചിച്ച് സംസാരിച്ചോളേണ്ടി. ആരൊക്കെ സംസാരിക്കും സ്റ്റേജിൽ കയറിക്കാണ്ടില്ലല്ലോ, സുലൈമാൻ സ്ഥാൻ എ പി സ്ഥാനൊക്കെ നിരങ്ങണേ. അപ്പൊ അങ്ങനെ ഇനി തുടരുകയാണെങ്കിൽ നിങ്ങളെ ശേഖനെ കുളിപ്പിച്ച് ഞങ്ങൾ കെടുത്തും ചെയ്യും. ട്രൗസർ ഉണ്ടല്ലോ, വള്ളി ട്രൗസർ ഉണ്ട് ഊരും, അത് വിചാരിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്.